അപ്പൊ നീ നാളെ രാവിലെ കടലിലേക്ക് വന്നാൽ മതി. ഗേറ്റ് തുറന്നാൽ തിരിച്ചോളൂ. വെറുതെ ആണോ ആളില് പറയണേ? ഇതിങ്ങനെ സദാസമയം പൂട്ടിയിടേണ്ട ആവശ്യം എന്താ? തുറന്നിട്ട് പോയാൽ നല്ല ചേലായി. വന്നോട്ടെ. ഞാനിവിടെ അല്ലെങ്കിൽ ഒരു പൂവോ ചെടിയോ ബാക്കി വെച്ചേക്കോ അസുരത്തുക്കള്. നല്ല വട്ട് തന്നെ. അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിലോ? അതിന് നമ്മുടെ കയ്യിൽ വേറെ താക്കോലുണ്ട്. അതെ, എന്തു അധികമായാൽ എന്താ പറയാന്നറിയോ? ഭ്രാന്ത്. ആ ഭ്രാന്ത് തന്നെയാ. പക്ഷേ നിങ്ങളുടെ ഭ്രാന്ത് ഞാൻ പറയില്ല, കാറ് കേൾക്കും. ആ ഭ്രാന്ത് നിനക്കും ഉണ്ടാവും. കല്യാണം കഴിയട്ടെ. എന്നാലും ഇത്രയും വരില്ല. ആ പോട്ടെ. എന്താടാ ഊണ് വെച്ചാ? ഇന്ന് മീൻ ഇറച്ചൊന്നും ഇല്ലാണ്ട് നീ വെള്ളം ഉണ്ടാക്കിയ? ആ പോയിട്ട് എന്തായി? നമ്മള് വിചാരിച്ച പോലെ ഒന്നും അല്ലമ്മേ. പെൺകുട്ടി തെറ്റില്ല. പൊന്നും പണമൊന്നും കാര്യമായിട്ട് കിട്ടില്ല. നമുക്ക് എന്തിനാ പൊന്നും പണമൊക്കെ? ഒന്നുമില്ലെങ്കിലും രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഒരു ജവാന്റെ മോളല്ലേ, ആ പുണ്യങ്ങളുണ്ടാവും. എന്തായാലും നടന്നു കണ്ടാ മതി. അമ്മ എങ്ങനെ കുളിച്ചൊരുങ്ങി? ഏതാണ്ട് വിരുന്നിന് പോണ പോലെ. പച്ചവെള്ളത്തിലാ കുളിച്ചേ? അതൊന്നും സാരമില്ല. സാരില്ലാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ ഞാൻ തന്നെ ചുമക്കണം. പിന്നെ മോനെ, നമുക്കൊന്ന് ശിവൻകുട്ടിയുടെ അടുത്തേക്ക് പോവാ. ഇപ്പോഴോ? എന്താ വിശേഷം? വിശേഷം ഉണ്ടെങ്കിൽ എനിക്ക് അവനെ പോയി കാണാൻ പറ്റൂ. എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് മാസം ഒന്ന് കഴിഞ്ഞു. അതിന് അവനൊന്ന് ഇങ്ങോട്ട് വന്നാൽ എന്താ? ഈ വയസ്സുകാലത്ത് അമ്മ ഇക്കണ്ട ദൂരം യാത്ര ചെയ്ത് അങ്ങോട്ട് പോണോ? അവന് സമയം ഉണ്ടാവണ്ടേ? നിന്നെ പോലെയാണോ? അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാ. ഞാൻ പണിയും തൊഴിലില്ലാത്തവനാണല്ലോ. എന്തായാലും ഞായറാഴ്ച ആവട്ടെ. ഏയ്, ഞായറാഴ്ച ആവാനൊന്നും നിക്കണ്ട. ശാന്ത ഇവിടെ വന്നപ്പോഴാ പറഞ്ഞത്. അവൻ വലിയ വിഷമത്തിലാ. ഏട്ടനും അമ്മയും അവനെ തിരിഞ്ഞു നോക്കണില്ലാന്ന്. ബിന്ദുവിന് അടുത്ത ആഴ്ചയാന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. കടിഞ്ഞൂലെന്നെങ്കിലും വേറുന്നില്ലേ? ശാന്തി എങ്ങാതിലും ചെന്നത് വലിയ സന്തോഷായി ഇത്രേ. ഞാൻ ചെന്നാ വലിയ സമാധാനാവും അവന്. അപ്പൊ ബിന്ദുവിന്റെ പ്രസവം വരെ അമ്മ അവിടെ നിൽക്കാനാ പരിപാടി? അതല്ലടാ കാര്യം. ബിന്ദുവിന്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഉണ്ടാവണ കുരുന്ന് നമ്മളുടേതല്ലേ, അത് നമ്മൾ നോക്കണം. ഞാൻ പറയണത് നമുക്ക് രണ്ടാൾക്കും അങ്ങോട്ട് പോവാന്നാ. അമ്മ എന്താ ഈ പറയണേ? അവന്റെ ഭാര്യ വീട്ടിൽ പോയി ഞാൻ വിരുന്ന് താമസിക്കേ? അതിനെന്താ, എന്തായാലും എനിക്ക് പോയേ പറ്റൂ. അവിടെ ചെന്നാല് അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും. പിന്നെ ഞാനുള്ള കുട്ടിയല്ലേ, എന്ത് പറഞ്ഞാലും ഒരു മുടക്കം പറയും. വെറുതെ അല്ല ശാന്ത പറയണം. അവരൊക്കെ പറഞ്ഞോട്ടെ, അമ്മ പറയാണ്ടിരുന്നാ മതി. നീ ഒന്ന് ആലോചിച്ചു നോക്കടാ. നമ്മള് ഒന്നും ആലോചിക്കാനില്ല. അമ്മയ്ക്ക് പോണം. അവളുടെ പ്രസവം കഴിയുന്നവരെ അവിടെ നിൽക്കാൻ അത്രയല്ലേ ഉള്ളൂ. അമ്മ വേണ്ട എന്നാ വെച്ചാൽ എടുത്തു വെച്ചോളൂ, ഞാൻ കൊണ്ടാക്കാം. എന്താ എന്താ കിടക്ക്, പടിക്ക് പുറത്ത് കിടക്ക്. ആ ഞാനൊരു കാര്യം. ഒന്നും പറയണ്ട. എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. ഇവിടെ ആർക്കും കൊടുക്കാനും പോവില്ല. ഞാൻ ഗോവിന്ദമേനോന്റെ പേരക്കുട്ടിയാ. അതുകൊണ്ട് നടക്കുന്ന അവിടെ ഫ്രീ പാസ് ഉണ്ടോ? ഗോവിന്ദമേനോന്റെ പേരക്കുട്ടിയല്ല, ഗോവിന്ദമേനോൻ തന്നെ വന്നാ പോലും ഇവിടെ പോവില്ല. വെറുതെ അല്ല എനിക്കൊരു പെണ്ണ് കിട്ടാത്തത്. ഇന്ന് പോയി കണ്ട പെണ്ണുണ്ടല്ലോ, ആ ജവാന്റെ മോള്, അവളെ കിട്ടാൻ പോലും നമുക്ക്. ഓടി ഓടി പുറത്ത് പോടി. പോവാണടോ. ശോഭം നിൽക്കണില്ല പാലായിക്കൊണ്ട്. ജവാൻ സാർ. അയ്യോ, കള്ളി നിൽക്കണ. ആ അമ്മ അങ്ങോട്ട് ചെല്ലൂ. ഇനി അത് മതി പരാതിക്ക്. എന്താ നീ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു? ഏയ് ഒന്നുമില്ല. അമ്മ ഇവിടെ താമസിക്കാനാ വന്ന? അതെ, പ്രസവം കഴിയുന്നവരെ. എന്തേ? ഒന്നും ഉണ്ടായിട്ടല്ല. ഏട്ടനും ഉണ്ടാവും ഇവിടെ. ഏയ്, ഏട്ടൻ വന്ന കാർ തന്നെ തിരിച്ചു പോകും. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ലെന്നേ. ആ ഇരിക്ക. അമ്മ കാപ്പി കുടിച്ചോ? കുഞ്ഞുമോൻ എന്തേടാ? അവൻ ഏട്ടന്റെ അടുത്തുണ്ട് അമ്മ. ആ അടുത്ത പ്രാവശ്യം മോൻ വരുമ്പോ വലിച്ച നല്ല വാസനയുള്ള ഒരു ചുവന്ന റോസാപ്പൂ തരും. മിഠായി തരൂ? മിഠായും തരും. അവ വലിയ മിഠായി കൊതിയനാ. ശിവനും അങ്ങനെയായിരുന്നു ചെറുപ്പത്തില്. പുറത്തു പോയി വരുമ്പോ കൈനിട്ടും കൊടുത്തില്ലെങ്കിൽ അന്ന് മുഴുവൻ കരയും. എന്നും മിഠായി വാങ്ങാനുള്ള ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു അത്. അതുകൊണ്ട് ശർക്കരയും തേങ്ങ ചേർത്തൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അതെടുത്ത് കൊടുക്കും. ഏട്ടൻ ഉണ്ടാക്കണ ആ മിഠായിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മിഠായി കിട്ടിയില്ലെങ്കിൽ ഏട്ടന്റെ ചെടികൾ മുഴുവൻ ഞാൻ പറിച്ചു കളയും. അപ്പൊ ചെറുപ്പത്തിലേ ഉണ്ടല്ലേ ചെടികള്. പെൺകുട്ടികളുടെ വീട്ടിൽ ചെടികൾ വേണം. എന്നാലും അവർക്കൊരു പൂ പൊട്ടിക്കാനും ചൂടാനും ഒക്കെ പറ്റൂ.
ശാന്തടത്തേക്ക് എപ്പോഴും ചമഞ്ഞൊരുങ്ങി നടക്കണം. ഇപ്പോഴും അതെ. സുമ എന്നെ പോലെയാ. പൂക്കൾ പൊട്ടിക്കാനല്ല, അത് ചെടിയിൽ തന്നെ അങ്ങനെ വിടർന്നു നിൽക്കണം കാണാൻ അവൾക്ക് ഇഷ്ടം. പിന്നെ പട്ടാളത്തിൽ വെച്ച് എന്റെ ബാരക്കിന് ചുറ്റും എന്തെങ്കിലും ഒന്ന് രണ്ട് ചെടിയും പൂക്കളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വിനു, മോനെ അച്ഛമ്മ വിളിക്കുന്നുണ്ട്. അച്ഛാ, മോനെ ഒന്ന് അങ്ങോട്ടാക്ക്. വാ വാ മോനെ. ഞാൻ എന്നാലും അങ്ങോട്ട് ഇറങ്ങിയാലോടാ. രാത്രി ഊണ് കഴിഞ്ഞിട്ട് പോയാ പോരെ? കാപ്പി കുടിച്ചല്ലോ, അത് മതി. ഏട്ടൻ കരിമ്പഴിക്ക് പോണ്ടോ? സുമയുടെ അടുത്തേക്ക്? ഇല്ല. ഒരു കണക്കിന് അങ്ങോട്ട് പോവാണ്ടിരിക്കാനല്ലേ. ഞാനും അങ്ങോട്ട് പോവാറില്ല. നേരി കണ്ടാ ഞാൻ അവനെ കൈവയ്ക്കും, ചിലപ്പോ കൊല്ലും. നായിന്റെ മോൻ. എന്നാലും അവൾക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായാലോ എന്ന് ഓർക്കുമ്പോ ക്രിസ്ത്യാനിയോ ഏത് ചാത്തനോ പോത്തനോ ആണെങ്കിലും വിടില്ലായിരുന്നു. അവളെ ഇഷ്ടം നടത്തി കൊടുത്താൽ മതിയായിരുന്നു. തെണ്ടി കള്ളും കഞ്ചാവും ഒഴിഞ്ഞ നേരല്ലേ അവന്. ജോലിക്കും പോവില്ല. എന്നാ ടെർമിനേഷൻ കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. എന്നാള് മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. വേറൊരു പെൺകൂടി ഉണ്ട് അത്രേ. ഏതാ പട്ടത്തി പെണ്ണ കൂടാണ്ടോ? അത് പഴയ കേസല്ലേ. ഇതൊരു ചോത്തിപ്പെണ്ണ്. അവന്റെ തള്ളയാണെങ്കിലോ ചെകുത്താനാ ചെകുത്താൻ. ഇവളുണ്ടല്ലോ, ഇവളെയൊക്കെ തീയിട്ട് ചുടണം. ഞാൻ വരച്ച വരക്ക് പുറത്തു പോകാത്ത ചെക്കനാ. അവിടെ വീട്ടിൽ കേറിയിട്ട് മാസം ഒന്നായി. എന്റെ മോനെ നശിപ്പിച്ച് നൊറോണക്കല്ല് പിടിപ്പിച്ചിട്ട് അവളെ ശീലാവതി. കണി കണ്ട ക്രിസ്ത്യാനികളുടെയും മാപ്പിളാരുടെയും തോളത്ത് കയറി നടന്ന സാധനം എന്റെ മോന്റെ തലയിൽ തന്നെ വന്നു വീണൂലോ. എന്റെ ഈശ്വര, ദീപം ഈശ്വര. ഒക്കെ വെക്കുമ്പോഴെങ്കിലും നിന്റെ പൂങ്കണ്ണീര് തോരില്ല അല്ലേ? മോൾക്ക് നല്ല പനിയുണ്ടമ്മേ. അതിലല്ലേ ഹോമിയോ മരുന്ന് വാങ്ങി പണ്ടാറടങ്ങിയത്. അതങ്ങോട്ട് ഉള്ളിലേക്ക് ചെല്ലട്ടെ, അപ്പൊ മാറും. ഞങ്ങൾ എഴുന്നള്ളിതാ. നീ എന്റെ മോന്റെ കുറ്റം മുഴുവൻ പറഞ്ഞു കൊടുത്തോ. ഓ, സുധാകരൻ നായർ ഈ വഴിയൊക്കെ അറിയോ? വാ വാ, കേറി വരിക. എന്താ ഏട്ടാ വിശേഷിച്ച്? ഒന്നുമില്ല. അമ്മയ്ക്ക് ബിന്ദുവിന്റെ അടുത്ത് ഒരാഴ്ച വന്ന് നിൽക്കണമെന്ന് കൊണ്ടാക്കിയിട്ട് വരണ വഴിയാ. ഞാൻ വിചാരിച്ചു ഏട്ടന് കല്യാണം വല്ലതും ആയിന്ന്. ഇരിക്കൂ സുധാകരൻ നായരെ. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണമെന്നില്ല. അതിനറിയാതെയല്ല. പണ്ട് ഈ തറവാട്ടില് ആരേത് നേരത്തെ കേറി വന്നാലും എല്ലാം വെച്ചൊരു ഊണ് നിർബന്ധാ. എന്തായാലും ഉണ്ണാ ഞാൻ നിൽക്കണില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, പഴയ കാര്യ പറഞ്ഞേ. കാപ്പി എടുക്കാം അല്ലേ? ഓ, ഞാൻ എടുക്കാമേ. എന്റെ വീട്ടിൽ വരണോടെ സൽക്കരിക്കേണ്ടത് എന്റെ ജോലിയാ. മോളോ? അവള് സന്ധ്യയ്ക്ക് മുമ്പ് ഉറങ്ങി. പകല് മുഴുവൻ കളി തന്നെയല്ലേ കളി. മുരളി ഇരുട്ടുന്നതിന് മുമ്പ് വരേണ്ടതാണ്. ഇന്നെന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോണ്ടി വന്നിട്ടുണ്ടാവും. നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. ഏട്ടന് തോന്നണതാ. മുരളിയേട്ടൻ പറയണത് ഞാൻ തടിച്ചു വരികയെന്നാ. ഇടയ്ക്ക് 3-4 ദിവസം നിനക്കും മോക്കും വീട്ടിൽ വന്ന് ഒന്നൂടെ? നല്ല കാര്യായി. ഞാനും മോളും ഇല്ലെങ്കിൽ മുരളിയേട്ടന് വലിയ പ്രയാസാ. ഞങ്ങൾ 3 പേരും കൂടി വരുമ്പോ അമ്മ ഒറ്റയ്ക്കാവും. അമ്മയ്ക്ക് ഇപ്പൊ ഞാനും മോളും ഇല്ലെങ്കിൽ. മതി, ഇനി ഏട്ടൻ നിന്നെ കൂടെ നുണ പറയിക്കണില്ല. എല്ലാം അറിയാം ഏട്ടന്, ഒക്കെ അറിയണ്ട്. തിരുത്താൻ പറ്റാത്ത തെറ്റാണ് ഏട്ടൻ ചെയ്തു പോയത്. പോണു, ഇനി സൽക്കാരം വേണ്ട, പറഞ്ഞേക്ക അവരോട്. അവന്റെ ഒരു അന്തസ് അഭിമാനം ഞൊണ്ടി പട്ടാളം. നിന്റെ കാലിലല്ലടാ, നിന്റെ ചങ്കില് വെക്കണം വെടി വെടി. അവന്റെ ഒരു പൂവും പൂക്കാടും. മനുഷ്യന്റെ മനസ്സ് കാണാത്തന്നല്ല പൂ. ആണല്ലടാ. ഇതങ്ങോട്ട് പോയാലും വേണ്ടില്ല, ചവിട്ടിയാ കൂട്ടിയേ. എന്നാ അവന് ഇഷ്ടായില്ല എന്നാ നിന്റെ വിചാരം? പോടാ പോടാ പോടാ. നീ പോടാ. ആര് വണ്ടി മാറ്റി കൊണ്ടോടാ? പോലീസാ അതോ പട്ടാളോ? ജോസേ, ഏ? ജോസേ, നീ വീട്ടിൽ പോടാ.
അല്ലൊരു ഗോവലേട്ടനോ? ഗോവലേട്ടാ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അല്ല, തെറ്റി. പല ജാതി, പല മതം, പല ദൈവം, പല നിറം. കഥാ കറുത്തുപോയി. അടിക്കണം, അടിക്കണേ. ആരെന്നെയാ? ഛേ, ഗോവലേട്ടനല്ല, ഈ ഇയാളുണ്ടല്ലോ, സുധാരേട്ടൻ. ഏട്ടനോ? സുധാകരൻ നായര്. ഈ നായര് ഞാൻ അടിക്കും. അങ്ങനെ ഇവിടെ ഒരാളും ഒലി കളിക്കണ്ട. എന്റെ പറഞ്ഞതിൽ വിരോധമുണ്ടോ? അടിച്ചോ. അടിച്ചോ? നീ അകത്ത് പോ. ഐ ഹാവ് നോ പ്രോബ്ലം. തലയ്ക്ക് വെളിവില്ലാതെ വല്ലൊരു ബലം പറഞ്ഞു വിചാരിച്ചു. ക്ഷമയ്ക്ക് ഒരു അതിരില്ലേ ഗോവലേട്ടാ? ആ പറഞ്ഞ സാധനം എനിക്കുണ്ട്. ജോസേ, നീ ഇങ്ങോട്ട് പറയട്ടെ. എന്നെ ഇങ്ങോട്ട് വരാൻ. പറഞ്ഞില്ലേ? ജോസേ, ഞാനാ വിളിക്കുന്നത്. ഇങ്ങോട്ട് വന്നേ. ആ, ഗോവലേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വരാം. നീ അകത്ത് പോ. അല്ലാണ്ട് ആരും ഇങ്ങോട്ട് പേടിച്ചിട്ടൊന്നുമില്ല. വരാം. ഇതൊക്കെ മനസ്സിൽ വെച്ചാ മതി. ഗോവലേട്ടാ, മനുഷ്യനെ മനസ്സിലാക്കണം. നമ്മൾ ഈ സുധാകരൻ നായരുടെ പെങ്ങളും മനുഷ്യനാണോ? അതൊക്കെ നമുക്ക് നാളെ പറയാലോ. നാളെ പറയണ്ട എന്ന് പറഞ്ഞാ മതി. നീ വാ. ഈ ലൈമൻ ജോസുട്ടി അതെ, മനുഷ്യനാണോ? നീ നടക്കേ. മനുഷ്യനാ. ആ. 3.5 തര മനുഷ്യനാ. ആ. പക്ഷെ ഫീസ് ഊരി കളഞ്ഞു. ആ. 2 ലൈഫിന്റെ ഫീസ ഊരി കളഞ്ഞു ഈ മനുഷ്യൻ. നീ നടക്കേ. അറിയാ? പോ. കൊലട്ടാ, തള്ളിക്കളഞ്ഞിട്ട് പോവല്ലേ? തള്ളാം. ദോസിന് ആർക്കും തള്ളാം, എപ്പോ വേണമെങ്കിലും തള്ളാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മറക്കുവായേ കഴിയൂ. കള്ള് മനുഷ്യനെ കുടിക്കാൻ തുടങ്ങി. ഒന്ന് കൊടുത്താൽ ശരിയാവും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 4-5 കൊല്ലായി. എന്റെ കുട്ടിയുടെ ജീവിതം തകർത്ത അവനാ. അവനെയും കുറ്റം പറയാൻ പറ്റില്ല. പാവം, ഒരു ബീഡി പോലും വലിക്കാത്ത ചക്കനാ. ഓ, അല്ല, അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ചെയ്താണോ തെറ്റ്? നിങ്ങളുടെ പെങ്ങള് ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരു അന്യജാതിക്കാരനെ കൂടെ പോണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെന്താ? നിങ്ങളുടെ മാത്രമല്ല, എന്റെ പെങ്ങന്മാരുടെ അനിയന്റെയും അമ്മയുടെയും ഒക്കെ മനസ്സിലിരിക്കുന്നത് അത് തന്നെയാ. കാശും പണവും അന്തസ്സും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരുത്തനെ തന്നെയാ കൊടുത്തത്. മനുഷ്യന്റെ ഉള്ളിൽ ചക്ക തുറന്നു നോക്കണ പോലെ നോക്കാൻ പറ്റുമോ? ഇന്ന് ശിവനും പറഞ്ഞു അവളുടെ ഇഷ്ടം നടത്തി കൊടുത്താൽ മതിയായിരുന്നു. അന്ന് ഈ ജോസിനെ കൊല്ലുമെന്ന് പറഞ്ഞവനാ. അപ്പൊ എല്ലാവർക്കും ഞാൻ ചെയ്ത് തെറ്റ് കുത്തു മുഴുവൻ എനിക്ക്. ആ, ഓരോരുത്തർക്ക് ഓരോന്ന് ദൈവം വരച്ചിട്ടുണ്ട്. അത് തുടച്ചാ പോവില്ല. നീ ഊണ് കഴിച്ചോ? ഇല്ല. എന്നാ വാ, നമുക്ക് വീട്ടിൽ പോയി ഒന്ന് കൂടി അവിടെ കിടക്കാം. എന്താ? വേണ്ട, ഗോവലേട്ടൻ പോയിക്കോ. ആ, നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അത് സാരല്ല, അതും ഒരു തലയിലെഴുത്താ. ഗോവലേട്ടൻ പോയിക്കോ. രാധാമണി കാത്ത് കണ്ണു കഴിക്കണ്ടാവും. എന്നാ ഒരു കാര്യം ചെയ്യാം, ഉം. വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. വേണ്ടെന്നേ, ഇനി രാധാമണിക്ക് കൂടി ഞാനൊരു ശത്രു ആവണ്ട. നിങ്ങൾ നേരം കളയണ്ട്, ചെല്ലു ഗോവലേട്ടാ, ചെല്ലുന്നേ. ഗുഡ് മോർണിംഗ് സാർ. ആ, സുധാകരനോ? കേറി വാടോ. എന്താ പാത്രമായിട്ട് പാലിന ഇരിക്ക? മോരുണ്ടെങ്കിൽ ഇത്തിരി മോര് കിട്ടിയ തിരക്കില്ലായിരുന്നു. അതിന് താൻ ഈ വയ്യാത്ത കാലം വെച്ച് വരണോ? കുട്ടിമാളുമില്ല അവിടെ? അമ്മല്ല, ശിവന്റെ വീട്ടിൽ പോയിരിക്ക. ഓ, ഇത്തിരി മോരുണ്ടെങ്കിൽ എനിക്ക് വേറെ കറി ഒന്നും വേണ്ട. അത് ശരി. ദേവോ, ദേവകി, തന്റെ ഈ കാല് ഏതെങ്കിലും നല്ലൊരു ബോൺ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാൽ ശരിയാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ തകരാറൊന്നുമില്ല. ബലം കൊടുക്കുമ്പോ ഒരു ചെറിയ വേദന. ഈ ചിരട്ടുണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാ. ഇനിയിപ്പോ അത് വീണ്ടും കീറിയാലും ഉണ്ടാക്കിയത് തന്നെ വേണ്ട വെക്കാൻ. അതും ശരിയായി വരുന്നുണ്ടാ ഉറപ്പ്? ചിലപ്പോ ഇതിലും പോറാവും. ഒരു റിസ്ക് വേണ്ട. ശരിയായ പിന്നെ കുട്ടികൾ കളിപ്പേര് വിളിക്കില്ലല്ലോ. വിളിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. രാജ്യത്തിന് വേണ്ടി ഇത്രയും ദാനം ചെയ്യാൻ പറ്റിയല്ലോ, അതൊരു ഭാഗ്യ. ശരിയാ മുത്തശ്ശ, നമുക്ക് ഒരു നീബും ഡൊണേറ്റ് ചെയ്യായിരുന്നു. അമ്മോ, നമ്മുടെ സുധാരണാർക്ക് ഇത്തിരി മോര് കൊടുക്കാൻ മുത്തച്ഛോട് പറയൂ. അതിന് ഫ്രീ ആയിട്ട് ഇവിടെ ആർക്കും മോര് കൊടുക്കണില്ലല്ലോ മുത്തശ്ശ. ഫ്രീ ആയിട്ട് വേണ്ട, കാശ് കൊണ്ടുണ്ട്. കാശോ? ഏയ്, ഗോരസങ്ങൾ പാലായാലും മോരായാലും നെയ്യായാലും കാശിന് കൊടുക്കാറില്ല അവിടെ. ആ പാത്രം കൊടുക്കൂ. കൊടുക്കാൻ മോരുണ്ടാവില്ലേ മുത്തശ്ശ? നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തുന്നത് നമുക്ക് വേണ്ടിട്ടാ.
മോരും പാലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൽ പശുവിനെ വളർത്തണം അല്ലേ ജവാൻ സാർ? എന്നാ അങ്ങനെ ആവട്ടെ മനസ്സർ. എന്ത് മര്യാദകടെ കുട്ടി പറയണേ. മര്യാദകളുടെ അല്ല മുത്തശ്ശ, അദ്ദേഹത്തിന് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട് അല്ലേ ജവാൻ സാർ? സുധാരൻ നിൽക്കൂ, ഇന്ദു വെറുതെ തമാശ പറഞ്ഞതല്ലേ. തമാശ അല്ല മുത്തശ്ശ, ഇദ്ദേഹത്തിന് നമ്മളോടൊക്കെ എന്ത് വെറുപ്പാന്നറിയോ? ഇന്നാളും മുത്തശ്ശനെ പറ്റി എന്നോട് കുറെ ചീത്ത പറഞ്ഞു. മുത്തശ്ശ ഒരു വൃത്തികെട്ടവനാണ്, പിശുക്കനാണ്, അയാളുടെ മക്കളൊക്കെ വലിയ നിലയിലെന്ന അഹങ്കാരമാണ്. പിന്നെ എന്റെ അച്ഛൻ ഹാർട്ട് സർജൻ അല്ല, വെറും ഹോമിയോ ഡോക്ടറാണ് ഇത്രേ. പറഞ്ഞില്ലേ? ഞാനോ? പിന്നെ ആരാ? എന്ത് ഈശ്വര, നുണയാണ് സാറേ. ഈ കുട്ടി പറയുന്ന മുഴുവൻ നുണയാ. ഞാൻ അങ്ങനെ പറയുമോ സാറിനെ കുറിച്ച്? സത്യമാണ് മുത്തശ്ശ, എന്റെ അച്ഛനാണ് സത്യം. സാറിന് എന്നെ അറിയില്ലേ? ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ചും പറയില്ല. ഡോക്ടർ കെ ജി മേനോനെ എനിക്കറിയില്ലേ? അയ്യോ എന്താന്നോണ, തല പൊട്ടിത്തെറിക്കും. സുധാരനാരെ, എന്നെയും എന്റെ മക്കളെയും കുറിച്ച് ആദ്യമായിട്ടാ ഒരാളിങ്ങനെ പറയണേ. സാറേ, സാറിത് വിശ്വസിക്കരുത്. എന്റെ കുട്ടി നുണ പറയില്ല, താൻ പൊക്കോളൂ. ഞാനൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ ചീത്ത പറയിക്കാൻ നീ എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല, വെറുതെ ആ ഗേറ്റിന് പുറത്ത് നിന്ന് അയാളുടെ വീട്ടിലെ ഗാർഡനിൽ ഒന്ന് നോക്കിപ്പോയി. എന്നാ ഇനി മേലെ അങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട. നന്ദിയില്ലാത്ത ആളോള്. ഇവിടത്തെ ചോറുണ്ട് ജീവിച്ചവനായുള്ള അച്ഛൻ, ആ നന്ദിയെങ്കിലും വേണ്ടേ? എന്റെ അമ്മേ, ഇങ്ങനെ ഒരു കല്ല് വെച്ച നുണ ബോംബ് വീണവലായിപ്പോയി ഞാൻ. അല്ല, ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയണേ? ഇല്ലെന്നേ. നമ്മൾ അങ്ങനെ പറയോ? അത് മുല്ലശ്ശേരിലെ മേനോൻ സാറിനെ കുറിച്ച്. ഒന്നുമല്ലല്ലോ, എന്റെ അച്ഛൻ അവരുടെ സ്കൂളിലെ പ്യൂണായിരുന്നില്ലേ? അച്ഛനുള്ള കാലം വരെ ഞങ്ങൾ അവരുടെ കഞ്ഞിയല്ലേ കുടിച്ചിരുന്നത്. ഡോക്ടർ കെ ജി മേനോൻ സാർ വരുമ്പോഴൊക്കെ വീട്ടിൽ ഒരു തവണയെങ്കിലും ഒന്ന് കയറാണ്ടിരിക്കില്ല. ഇപ്പോഴും അത്യാവശ്യം എന്ന് പറഞ്ഞു ചെന്നാ 5 10 എടുത്തു തരാൻ ഒരു മടിയില്ല. സുമയുടെ കല്യാണം പറയാൻ ചെന്നപ്പോ 10,000 ഉറുപ്പിക എടുത്ത് തന്നു എന്റെ കയ്യില്. ആ മനുഷ്യനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് ഞാൻ പറയോ? അതെ, എന്നാലും പൂക്കളുടെ കാര്യം ആവുമ്പോ നിനക്ക് മേലും കീഴും ഇല്ല. അത് ശരി. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ നാട്ടിലെ പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവള് പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും എന്റെ വായിന്ന് വീഴില്ല. ഒന്നുകൂടെ ഞാനൊരു ജവാനല്ലേ. ഓ, നേരെ ഉച്ചയായി. ഇനി പോയി വല്ലതും കഴിക്കട്ടെ. പറഞ്ഞ പോലെ നീ ഉണ്ണാൻ പോണില്ലേ? ഇല്ല, മോര് കിട്ടിയത്ര അരി വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചു. ഒരു ബിരിയാണി. അമ്മ ഇല്ലാത്തതുകൊണ്ട് ആകപ്പാട് ഒരു രാത്രി ഉറക്കവും ശരിയായില്ല. നമുക്ക് വീട്ടിൽ പോവാം, അമ്മ പറഞ്ഞവരെ അവിടെ നിന്നാവാം. വേണ്ട, ശങ്കരനാരെ കടയിൽ പറഞ്ഞേൽപ്പിച്ചു. അത് സാരില്ല. സുധാര, ധാരാ പറഞ്ഞേന്ന് നോക്കിയേ.